നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറി. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പാപമധ്യസ്ഥിതിയാണ്. 12ാം ഭാവത്തിൽ ശനിയും 2ാം ഭാവത്തിൽ ചൊവ്വയും നിൽക്കുന്നു. രണ്ടും സ്വക്ഷേത്ര ബലവാന്മാരായത് കാരണം കൊണ്ട് ദോഷം കുറയുമെങ്കിൽ പോലും പാപമധ്യസ്ഥിതി എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ടും നിവർത്തി സ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ടും എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 12ൽ ശനി നിൽക്കുന്ന രണവാൻ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ട് മാനസികമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരികയും ടെൻഷൻ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കർമാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. കാരണം 4ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് ബുധൻ ശുക്രനോട് യോഗം ചെയ്തിട്ട് ആദിത്യനോട് ചേർന്നുമാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നിപുണായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബുധശുക്ര യോഗം ഈ പറയുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാധകാധിപതി ശത്രുസ്ഥാനാധിപതി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ദോഷം കൂടിയുണ്ട്. അപ്പോൾ ബാധകാധിപതി ശത്രുസ്ഥാനാധിപതി ഒരുമിച്ച് യോഗം ചെയ്തതിനാൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാതെ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിക്കൊണ്ട് ഗണപതി ഹോമം, ദേവീക്ഷേത്ര യഥാശക്തി വഴിപാട്, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇങ്ങനെയുള്ള വഴിപാടുകളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചാലും അതിന് മുടക്കങ്ങൾ, മറ്റ് ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ധനാധിപതി ബലവാനായിട്ട് സ്വക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ധനകാരകനായിരിക്കുന്ന വ്യാഴ സഹായ സ്ഥാനത്തുണ്ട്. അത് കാരണം സാമ്പത്തികമായ വലിയൊരു പ്രശ്നങ്ങൾക്ക് യോഗമില്ലെങ്കിലും സംസാരം എടുത്തിയാടി സംസാരിക്കുന്ന പോലെ നേതൃത്വപരമായിരിക്കുന്ന സംസാരം പോലെ കേൾക്കുന്നവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാം. അത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ച് മയത്തോടുകൂടി മയമായിട്ട് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ കാരണം കൊണ്ടുള്ള മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നത് എല്ലാ മേഖലയിലും തടസ്സങ്ങളും അഭിവൃദ്ധിക്ക് കുറവും വരുത്താനുള്ള സാധ്യതയാണ്. നിപുണായോഗമുള്ള കാരണം നന്നായിട്ട് സംസാരിക്കാനും എന്ത് ചെയ്യുന്ന പ്രവൃത്തിയിൽ കൃത്യമായിട്ടുള്ളതോടുകൂടി പ്രവൃത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. ബുധശുക്ര യോഗം നല്ലതാണ്. അപ്പോൾ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള യോഗമുണ്ടെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ശത്രുദോഷം പോലെ തടസ്സങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശനിദോഷ പരിഹാരം, 7 ശനി തുടങ്ങിയിട്ടുണ്ട്. ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.